എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളെ വീട്ടിൽ നാടൻ കോഴിയുണ്ട്, അപ്പോൾ അതിനൊന്ന് കറി വയ്ക്കാൻ പോണ്. പിന്നെ മൈദ കൊണ്ടൊരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും എൻ്റെ ഒരു രീതി നമുക്കൊന്ന് കാണാം. ഞങ്ങളുടെ കോഴിക്കൂട് കണ്ടില്ലേ, എങ്ങനെ അടിപൊളിയല്ലേ? ആ ചാത്തനാണ് കേട്ടോ നമ്മളൊന്ന് കറി വയ്ക്കാൻ പോണ്. ആ കൂടിൻ്റെ പുറത്തുള്ളതൊക്കെ നാടൻ കോഴിയാട്ടാ, ഉള്ളിലുള്ളത് മുട്ടക്കോഴിയാണ്. അപ്പോൾ നമ്മുടെ ചാത്തൻ കുട്ടപ്പനെ ഞാൻ കൂട്ടിയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ശരിയാക്കി എടുക്കട്ടെ. കോഴീനപ്പോൾ നുറുക്കി കൊണ്ടുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു 2.5 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചൂടാക്കുന്നുണ്ട്. ഈ പൊടികൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പൊടികളൊക്കെ എല്ലായിടത്തേക്ക് എത്തിയിട്ട് ഇനി നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുള്ളിയാണ് കേട്ടോ എടുത്തേക്കണത്. ഇത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില കുറച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് കുറച്ചെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു കുടം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ, അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി നമുക്ക് ഇടേണ്ടി വരും. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. ഒരു ചെറിയ ചെപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്, നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. അതിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ചെറുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാടൻ കോഴിയിലേക്ക് ശരിക്കും ചെറുള്ളിയാണ് കേട്ടോ നമുക്ക് ടേസ്റ്റ് കിട്ടുക. അതാണ് നമ്മൾ സബോള എടുക്കാത്ത, ചെറുള്ളി കൂടുതൽ എടുത്തേണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ. പിന്നെ ആ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ഇതിലിട്ട് കൊടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ നോക്കിയാൽ എന്തൊട്ട് കളറല്ലേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇറച്ചി വേവുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് മതിയാവും, കുറച്ചുകൂടി ഒഴിക്കാം. ഇത് നാടൻ കോഴി ആയതുകൊണ്ടേ വേവാനായിട്ട് കുറേ സമയം പിടിക്കും. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം.
നമുക്കപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാം. കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിടാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് കലക്കി റെഡി ആയിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇറച്ചി ഒന്ന് വെന്തോ നോക്കാം. ഇത് വേവായിട്ടില്ല കേട്ടോ. അത് അത്യാവശ്യം മൂപ്പുള്ള കോഴി ആയതുകൊണ്ടേ ഒന്നും കൂടി നന്നായിട്ട് വേവണത്. ഇത് നെയ്യൊന്നും അത്ര അധികമില്ല കേട്ടോ. ഇത് നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കപ്പോഴേക്കും ദോശ ഉണ്ടാക്കാം. ഇത് വളരെ തണ്ട് മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്ത കേട്ടോ, അത് പരട്ടാനായിട്ട്. ദോശ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇവിടെ ഒരാൾ പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ പരത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടാ. ഇത് നന്നായിട്ട് വെന്തുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇനി ഞാൻ ദോശ ഉണ്ടാക്കി നിർത്തി. ഇനി വൈഫ് ഉണ്ടാക്കിയോളും. ഞാൻ ദോശ ഉണ്ടാക്കുമ്പോഴേ ഇതേപോലെ അങ്ങോട്ട് കനം കുറഞ്ഞ് എനിക്കിങ്ങനെ പരത്താൻ അറിയില്ല. ഇവരാകുമ്പോൾ പിന്നെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയോളും. അപ്പോൾ നമ്മുടെ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇറച്ചി നോക്കാം, വെന്തുണ്ടോ നോക്കാം. ഇപ്പോൾ ഇറച്ചി നന്നായി വെന്ത് വന്നിട്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എരിവൊക്കെ വേണ്ടിയിട്ട് നോക്കട്ടെ. എരിവ് കുഴപ്പമില്ല, എന്നാലും നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പിടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇളക്കുമ്പോഴത്തെ സ്മെല്ലാണ്ട് വരുമ്പോഴേ നമുക്ക് ഇപ്പം തന്നെ ഒരു കിണ്ണം ചോറിനാന്ന് തോന്നും. ഇറച്ചി നമുക്ക് ഈ ഒരു പാകം മതിട്ടാ. ഇനി അധികം വറ്റിക്കണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ദോശരികളായതുകൊണ്ട്. അങ്ങനെ നമ്മുടെ മൈദ കൊണ്ടുള്ള ദോശയും നാടൻ കോഴിക്കറിയും റെഡി ആയിട്ടാ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. എന്നിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അയച്ചോളൂ.
നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തിയോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.